5 പേരിൽ നിന്നും 60 കിലോ ഭാരമുള്ള ഒരാൾ പോയി. മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരം 3 കിലോ കൂടിയാൽ വന്ന ആളിന്റെ ഭാരം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 പേരിൽ നിന്നും 60 കിലോ ഭാരമുള്ള ഒരാൾ പോയി. മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരം 3 കിലോ കൂടണമെങ്കിൽ വന്ന ആൾക്ക് 60 കിലോയേക്കാൾ ഭാരം കൂടുതൽ വേണമോ കുറവ് വേണമോ? 5 പേരിൽ 60 കിലോ ഉള്ള ഭാരമുള്ള ഒരാള് പോയി. മറ്റൊരാള് വന്നപ്പോൾ ശരാശരി ഭാരം കൂടണമെങ്കിൽ പുതിയതായി വന്ന ആൾക്ക് 60 കിലോയേക്കാൾ ഭാരം കൂടുതൽ വേണമോ കുറവ് വേണമോ? കൂടുതൽ വേണം. യെസ്, കൂടുതൽ വേണം. അപ്പൊ പുതിയതായിട്ട് വരുന്ന ആള് മിനിമം എത്ര കിലോ വേണം? പുതിയതായിട്ട് വരുന്ന ആള് മിനിമം എത്ര കിലോ വേണം? മിനിമം 60 കിലോ വേണം. പുതിയതായിട്ട് വരുന്ന ആള് മിനിമം 60 കിലോ വേണം. പ്ലസ് അതിന്റെ കൂടെ ശരാശരി ഭാരം 3 കിലോ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 5 പേർക്കും എത്ര വെച്ച് കൂടണം? ഈ 5 പേർക്കും 3 കിലോ വെച്ച് കൂടണം, അല്ലെ? ശരാശരി ഭാരം 3 കിലോ കൂടുക എന്ന് പറഞ്ഞാൽ ഈ 5 പേർക്കും 3 കിലോ വെച്ച് കൂടണം. അതായത് 5 പേർക്കും 3 കിലോ വെച്ച് കൂടുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര കൂടണം? മൊത്തത്തിൽ മൊത്തത്തിൽ എത്ര കൂടണം? മൊത്തത്തിൽ 15 കിലോ കൂടണം, അല്ലെ? അപ്പൊ 5 പേർക്ക് 3 കിലോ വെച്ച് കൂടുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര കൂടണം? മൊത്തത്തിൽ 15 കിലോ കൂടണം. അപ്പൊ പുതിയതായിട്ട് വരുന്ന ആള് മിനിമം 60 കിലോ ആയിരിക്കണം. പ്ലസ് എക്സ്ട്രാ എത്ര കൂടെ വേണം? ഈ 5 പേർക്കും 3 കിലോ കൂടാൻ 5 ഗുണം 3 15 കൂടെ വേണം. പുതിയതായിട്ട് വരുന്ന ആള് മിനിമം 60 കിലോ ആയിരിക്കണം. പ്ലസ് എക്സ്ട്രാ എത്ര വേണം? ഈ 5 പേർക്കും 3 കിലോ വെച്ച് കൂടണം. അപ്പൊ 5 ഗുണം 3 15 വേണം. അപ്പൊ 60 പ്ലസ് 15 എത്ര? 75. അപ്പൊ പുതിയതായിട്ട് വരുന്ന ആളുടെ ഭാരം എത്ര? 75 കിലോ. അപ്പൊ ഇക്വേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാം, അല്ലെ? ഒരു 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ നോക്കി ചെയ്യാം. ഇക്വേഷൻ ഒക്കെ